السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا. 105 ആയത്ത് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അതിൽ അവിശ്വാസികളായ ആളുകൾ അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയും റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെയും നിഷേധിച്ചത് കാരണത്താൽ അവരുടെ കർമ്മങ്ങൾക്ക് ഒരു സ്വീകാര്യതയും പരലോകത്തുണ്ടാവില്ല. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഖിയാമത്ത് നാളിൽ അവർക്ക് ഒരു തൂക്കവും നൽകപ്പെടുന്നതുമല്ല എന്ന് പറഞ്ഞെടുത്ത് അവരുടെ അമലുകൾക്ക് പരലോകത്ത് യാതൊരു പ്രതിഫലവും ഉണ്ടാവില്ല. അത് നമ്മൾ വിശദമായി തന്നെ പറഞ്ഞു. അവരുടെ കർമ്മങ്ങൾ തൂക്കാനൊന്നുമില്ല, കാരണം സൽക്കർമ്മങ്ങളായിട്ട് അവർക്ക് യാതൊന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ അത് വിശദീകരിച്ചിടത്ത് മുഫസ്സിറുകൾ പറയുന്ന മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. അവർക്ക് ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അവിശ്വാസികളായ ആളുകൾ അവർ എത്ര വലിയ തടിമാടന്മാരായാലും അവർക്ക് അവിടെ ഒരു തൂക്കവും ഉണ്ടാവുകയില്ല. മനുഷ്യൻ്റെ അമലുകൾ മാത്രമല്ല, അവർക്ക് ആ നിലക്കുള്ള അവരുടെ ബോഡിയുടെ വെയിറ്റ് പോലും ആ നിലക്ക് അവർക്ക് അവിടെ സ്വീകാര്യമല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാം, ഇന്നഹു ലയഅതി അർറജുലുൽ അളീം അസ്സമീൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ വലിയ തടിമാടനായ അവിശ്വാസികൾ രംഗത്ത് വരുമ്പോൾ ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊള, ഒരു കൊതുകിൻ്റെ തൂക്കം പോലും അവർക്കവിടെ അന്ന് ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് സഹീഹായ ഹദീസിൽ തന്നെ കാണുവാൻ സാധിക്കും. അപ്പം കർമ്മങ്ങൾ മാത്രമല്ല, അവരുടെ അവിശ്വാസികളായ ആളുകൾക്ക് അവരുടേതായ ഒന്നിനും വെയിറ്റില്ല. ദുന്യാവിൽ അവർ ജീവിച്ചത് അഹങ്കാരത്തോടു കൂടിയാണ് എന്നുള്ളതുകൊണ്ട് അവർ ജീവിതം നയിച്ചിട്ടുള്ള അവരുടെ ശരീരം ഇനി നാളെ പരലോകത്ത് അത് എത്ര വലിയ രൂപത്തിലുള്ള ശരീരമായിരുന്ന ആളുകളായിരുന്നാൽ പോലും ഒരു വിലയും അതിനുണ്ടാവുകയില്ല. അള്ളാഹുവിന് അവരോട് അത്രയും വെറുപ്പാണ് എന്നുള്ള ഗൗരവതരമായ കാര്യം കൂടി ഇതിൻ്റെ അകത്ത് വ്യാഖ്യാനമായി കൊണ്ട് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. കാരണം ഈ ഹദീസ് പറഞ്ഞിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനം തെളിവായിട്ട് പറയുകയും ചെയ്തു, ഇഖറഉ ഇൻ ശിഅ്തും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അവർക്ക് ഖിയാമത്ത് നാളിൽ ഒരു തൂക്കവും ഉണ്ടാകുന്നതല്ല. അതേ അവസരത്തിൽ വിശ്വാസിക്ക് അവൻ്റെ ശരീരത്തിനും അവൻ്റെ എല്ലാത്തിനും തൂക്കമുണ്ട്. കാരണം അവൻ അള്ളാഹുവിനെ അനുസരിച്ച് വിശ്വസിച്ച് അതേ രൂപത്തിൽ തന്നെ ജീവിച്ച് അങ്ങനെ അള്ളാഹുവിൻ്റെ സംതൃപ്തിയിൽ വളർന്ന ശരീരമാണ് അവൻ്റേത്. നേരെ മറിച്ച് കാഫിറിൻ്റെതോ, കാഫിർ ഹറാമിലൂടെ അവൻ തിന്ന് സമ്പാദിച്ച് അതിലൂടെ അവൻ്റെ ശരീരം പോഷിപ്പിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുപോലും ഒരു വെയിറ്റും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കാലത്ത് തന്നെ നടന്നൊരു സംഭവം കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.
ഒരിക്കൽ മഹാനായൊരു സഹാബി അദ്ദേഹം ഒരു അറാക്കിൻ്റെ കൊള്ളി പൊട്ടിക്കാൻ വേണ്ടി പ്രവാചകന് ബ്രഷ് ചെയ്യുവാൻ വേണ്ടി അറാക്കിൽ നിന്നൊരു കമ്പ് ഒടിക്കാൻ വേണ്ടിയിട്ട് കയറി നിന്നപ്പോൾ അത് കാറ്റടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് വെളിവായി, തുണി കാറ്റത്ത് പാറിപ്പോയപ്പോൾ. അദ്ദേഹം വളരെ ഒരു കൃശഗാത്രനായിരുന്നു, മെലിഞ്ഞൊട്ടിയൊരു കാലിൻ്റെ വ്യക്തിയായിരുന്നു ആ സഹാബി. ഒരു പക്ഷിക്കാല് പോലെ എന്നൊക്കെ പറയാവുന്ന നിലക്ക് അത്രയും മെലിഞ്ഞൊട്ടിയൊരു സഹാബിയായിരുന്നു. അപ്പോൾ ആ കാല് കണ്ടപ്പോൾ ചില സഹാബിമാർ ചിരിച്ചു എന്നാണ്. സ്വാഭാവികമായിട്ട് അവർ മാനുഷികമായിട്ടുണ്ടായ ഒരു പ്രതികരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടു കൂടെ പറഞ്ഞു, നിങ്ങൾ ആ കാല് കണ്ടിട്ടാണോ ചിരിച്ചത്? അതിന് സ്വർഗത്തിൽ അത്യുന്നതമായ പദവിയുണ്ട്, അതിന് മീസാനിൽ ഉഹദ് മലയേക്കാൾ ഭാരമുണ്ട് എന്ന്. വിശ്വാസിക്കാണ് അതിൻ്റെ ഈമാനികമായ ദാർഢ്യതയുള്ളൊരു വിശ്വാസി. ഇനി എന്ത് മെലിഞ്ഞ് കൃശഗാത്രനാണെങ്കിലും എത്ര ദുർബലനാണെങ്കിലും അവൻ്റെ അമലുകൾക്ക് വെയിറ്റ് ഉള്ളതുപോലെ അവൻ്റെ ബോഡിക്കും വെയിറ്റ് ഉണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ. കാരണം അത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഹറാമ് കഴിക്കൂല, എനിക്ക് ഹറാമിലൂടെ പണം വേണ്ട, എൻ്റെ റബ്ബിന് ഇഷ്ടമല്ലാത്തത് ഞാൻ കഴിച്ച് എൻ്റെ ശരീരം പുഷ്ടിപ്പെടുത്തൂല, എൻ്റെ റബ്ബിൻ്റെ നാമത്തിലേ ഞാൻ കഴിക്കൂ, അവനെ സ്തുതിച്ചിട്ടേ ഞാൻ അടങ്ങൂ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തും തരുന്നത് എൻ്റെ റബ്ബാണ് എന്ന നിലക്കുള്ള ഒരു നിശ്ചയദാർഢ്യവും ഈമാനികമായ ബോധവും അനുസരണ ബോധവുമൊക്കെ നിലനിർത്തി ജീവിച്ച വിശ്വാസിയാണ്. അതുകൊണ്ട് വിശ്വാസിയുടെ എന്തിനും അവിടെ വലിയ വാല്യൂ ഉണ്ട്, വലിയ മൂല്യമുണ്ട്. അതേ അവസരത്തിൽ നിഷേധിക്ക് ഇവിടെ പണമുണ്ടായിട്ടും അധികാരമുണ്ടായിട്ടും വലിയ ആരോഗ്യമുണ്ടായിട്ടും തടിമാടനായിട്ടും വലിയ ആളായിട്ടും ഒന്നും കാര്യമില്ല. ഒരു നിലക്കും അവരുടെ കർമ്മത്തിനും വിലയില്ലാത്തതുപോലെ അവരുടെ ബോഡിക്കും അവിടെ എന്തില്ല, വെയിറ്റ് ഇല്ല. അപ്പം ഇത് അഹ്ലുസുന്ന വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, നാളെ മഹ്ശറിൽ മീസാനിൽ തൂക്കുമ്പോൾ അമലുകൾ തൂക്കും, മനുഷ്യ ബോഡിയും തൂക്കും എന്ന്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ്റെ അമലുകൾ അങ്ങനെ തൂക്കും. എന്താണ് അമൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ്, ഒരു പദാർത്ഥമാണോ അല്ലേ, അതൊന്നും നമുക്കറിയില്ലല്ലോ. അവിടെ തൂക്കാൻ ഇന്നിപ്പോൾ വസ്തുക്കൾ തൂക്കുക, നമ്മൾ സോളിഡായൊരു സാധനം മാത്രം തൂക്കലേ നമ്മളുടെ മുൻഗാമികൾക്ക് പരിചയമുള്ളൂ. ത്രാസും കട്ടിയിലും വെച്ച് സോളിഡായൊരു സാധനം മാത്രം. ഇന്നിപ്പോൾ എന്തെല്ലാം തൂക്കുന്നുണ്ട്, എയർ തൂക്കുന്നുണ്ട്. ഏതിൻ്റെ വെയിറ്റായെന്ന് കണക്കാക്കാത്തത്. അപ്പം ലോകം ഇങ്ങനെ പുരോഗമിച്ചു പോകുന്തോറും നമ്മളറിയാത്ത മനുഷ്യനെന്തറിഞ്ഞു, ലോകത്തിന് എന്തെല്ലാം അറിയാൻ കിടക്കുന്നു. ഇതിൻ്റെ ഒന്നും രഹസ്യങ്ങൾ നമുക്കറിയൂല. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം, വിശ്വാസിക്ക് തൊട്ടതെല്ലാം പൊന്നാക്കാൻ പറ്റും എന്ന്. അവന് പരലോക കോടതിയിൽ അവൻ്റെ എല്ലാത്തിനും അമലിന് വാല്യൂ ഉണ്ടാകും. മറ്റവൻ്റെത് ഈ ലോകത്തൊക്കെ അവന് വലിയ അറിയപ്പെടലും സ്വാധീനവും സമ്പത്തും ഒക്കെ ഉണ്ടാവും. അപ്പം ഈമാനിൻ്റെ അമലു സാലിഹാത്തിൻ്റെയും ഒക്കെ ഒരു വലിയ വെയിറ്റാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അവിശ്വാസികളായ ആളുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണല്ലോ ആ ആയത്തിൻ്റെ മുമ്പ് അതാണല്ലോ പറയുന്നത്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന സുൻഅ ഉലൈക അല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിത്തത് അഅമാലുഹും. അവരെക്കുറിച്ചാണ് ബാക്കി എന്ത് പറയുന്നത്, ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ, ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. ഖിയാമത്ത് നാളിൽ അവർക്കോ അവരുടെ അമലുകൾക്കോ ഒരു വെയിറ്റും ഉണ്ടാവില്ല, ഒരു വിലയുണ്ടാവില്ല. അപ്പം അതിൻ്റെ നേരെ മഫ്ഹൂം മുഖാലഫ, അതിൻ്റെ എതിർവശം എന്താ, വിശ്വാസികൾക്ക് അവരുടെ അമലിനും അവരുടെ ബോഡിക്കൊക്കെ അവിടെ വലിയ സ്വീകാര്യതയും വെയിറ്റും വലിയ ആദരവും ഒക്കെ ഉണ്ടാകും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അള്ളാഹു നമ്മളെ അത്തരം വിശ്വാസികളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അതാണ് കഴിഞ്ഞ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് അവസാനം നമ്മൾ സൂചിപ്പിക്കേണ്ട കാര്യം. ഇനി തുടർന്നുകൊണ്ട് അള്ളാഹു പറയാണ്, ദാലിക ജസാഉഹും ജഹന്നമു ബിമാ കഫറു വത്തഖദൂ ആയാതി വറുസുലി ഹുസുവാ. ദാലിക അത് എന്ന് പറഞ്ഞാൽ മേൽ പറയപ്പെട്ട ആളുകൾക്ക് എന്താണ് പ്രതിഫലം എന്നാ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, ജസാഉഹും അവർക്കുള്ള പ്രതിഫലം ജഹന്നമാണ്. അവർക്കുള്ള പ്രതിഫലം നരകമാണ് എന്നുള്ള കാര്യം, അതാണ് ദാലിക്ക കൊണ്ട് ഉദ്ദേശം. ദാലിക്ക എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ അവർക്ക്, അതായത് ജസാഉഹും ജഹന്നമു, അവരുടെ പ്രതിഫലം ജഹന്നമാണ് എന്നുള്ള കാര്യം അള്ളാഹ് അനീതി ചെയ്തതുകൊണ്ടോ അക്രമം കാണിച്ചതുകൊണ്ടോ ഒന്നുമല്ല. അതിൻ്റെ കാരണം പറയാൻ പോവുകയാണ്. എന്തേ അവർക്ക് ജഹന്നം കൊടുക്കുന്നത്? രണ്ട് കാരണങ്ങൾ ഈ ആയത്തിൽ ഉൾക്കൊള്ളിച്ചു. ഒന്ന്, ബിമാ കഫറു, അവർ എന്തിനേയും അവിശ്വസിക്കുന്ന ആളുകളായിരുന്നു. അവർ അള്ളാഹുവിനെ അവിശ്വസിച്ചു,
അള്ളാഹുവിൽ അവർ നിഷേധഭാവമാണ് സ്വീകരിച്ചത്. അതാണ് ബിമാ കഫറു. അവർ കാഫിറുകളായിരുന്നു. കാഫിറായി തന്നെ മരിച്ചാൽ സ്വർഗത്തിൻ്റെ പരിമളം പോലും നിഷിദ്ധാണ്. കുഫറോടെ ശിർക്കോടെ തൗബയില്ലാതെ ഒരാൾ മരണപ്പെട്ടു പോയാൽ ജഹന്നം ഉറപ്പാണ്. ഖാലിദീന ഫീഹ അബദൻ, ശാശ്വതവാസികളായിരിക്കും. അപ്പൊ കാഫിറുകളായതുകൊണ്ടാണ് അവർക്ക് ജഹന്നം. രണ്ടാമത്തെ കാര്യം നോക്കൂ, ആ കുഫറിൽ തന്നെ പെട്ട മറ്റൊരു കാര്യം അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി എടുത്തു പറയുന്നു. അള്ളാനെ അവർ നിഷേധിച്ചു എന്ന് മാത്രമല്ല, വത്തഖദൂ, അവർ സ്വീകരിക്കുകയും ചെയ്തു. ഇത്തഖദ സ്വീകരിച്ചു, വത്തഖദൂ അവർ സ്വീകരിക്കുകയും ചെയ്തു. ആയാതീ എൻ്റെ ദൃഷ്ടാന്തങ്ങളെ, എൻ്റെ ആയത്തുകളെ. ആയത്തിൻ്റെ ബഹുവചനാണ് ആയാത്ത്. ആയാത്തി എൻ്റെ ദൃഷ്ടാന്തങ്ങളെ, എൻ്റെ വചനങ്ങളെ, സൂക്തങ്ങളെ എന്നൊക്കെ പറയാം. വറുസുലി എൻ്റെ ദൂതന്മാരെയും. റസൂലിൻ്റെ ബഹുവചനമാണ് റുസുൽ. വറുസുലി എൻ്റെ ദൂതന്മാരെയും. അപ്പം എൻ്റെ ആയത്തുകളെയും എൻ്റെ ദൂതന്മാരെയും അവർ ആക്കി തീർക്കുകയും ചെയ്തു. ഹുസുവൻ, ഹുസുവ് എന്ന് പറഞ്ഞാൽ പരിഹാസം. അവർക്ക് പരിഹസിക്കാനുള്ള വസ്തുക്കളും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് അവർ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെയും അതുപോലെ തന്നെ പ്രവാചകന്മാരെയും കണ്ടത്. അള്ളാഹിൻ്റെ ആയത്തുകൾ കേട്ടാൽ അപ്പോൾ കളിയാക്കും, പരിഹസിക്കുക. പ്രവാചകന്മാരെ കുറിച്ച് കേട്ടാൽ കളിയാക്കുക, പരിഹസിക്കുക. ഇതായിരുന്നു അവരുടെ നിലപാട്. ഇതാണ് ഇന്നും ലോകത്ത് അന്ന് മുതൽ ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്ന നിലപാടുകളൊക്കെ ഇതന്നെയാണ്. കാഫിറുകളായ ആളുകൾ ഞങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമല്ല, അങ്ങനെ ഒരു ദൈവമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മതിയാക്കൽ മാത്രമല്ല അവരുടെ തൊഴിൽ. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾ അങ്ങനെ ഒരാൾക്ക് ഇനിയിപ്പോൾ അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ഇരിക്കല്ലല്ലോ ചെയ്യുന്നത്. പിന്നെ എന്താ ചെയ്യാറുള്ളത്? പരിഹസിച്ച് കുതിര കയറും. നോക്കൂ നിങ്ങൾ, ഈ വചനത്തിൻ്റെ ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ എടുത്ത് പറഞ്ഞത്. ഒരുത്തനും ഞാൻ അവിശ്വാസിയായിട്ട് മിണ്ടാതിരിക്കല്ലോ. എന്നാ എനിക്ക് വിശ്വാസമല്ല, അവിടെ മിണ്ടാതിരുന്ന പോരെ, മിണ്ടാതിരുന്ന പോരെ. അവൻ മിണ്ടാതിരിക്കല്ല ചെയ്യുക. വത്തഖദൂ ആയാത്തി, ആ അള്ളാന്റെ ആയത്തുകൾ ഏതൊക്കെ ഉണ്ടോ അതിനൊക്കെ കളിയാക്കും. വറുസുലി, അള്ളാന്റെ റസൂലുമാര്, ദൂതന്മാര്, അവരെയൊക്കെ അവൻ എന്തായിട്ടാ കാണുന്നത്? ഹുസുവൻ, പരിഹസിക്കാനുള്ള കാരണങ്ങളായിട്ടാണ് കാണുന്നത്. ഇത് നിങ്ങൾ നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊന്ന് വിശദീകരിക്കേണ്ടതുണ്ടോ? നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്ന് നോക്കിയേ. ഇസ്ലാമിൻ്റെ ശത്രുത ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ആരാ കാണിക്കുന്നത്? എമുക്കളാണ്. എമുക്കൾ ആരാ? യമു, എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ജന്തുക്കളുണ്ട് നടക്കണം. യമു എന്നാണ് അവർ അറിയപ്പെടുന്നത്. പഴയ മുസ്ലിമീങ്ങൾ. വേറുള്ളവരൊന്നും ഇത്ര ചെയ്യൂല. എന്നിട്ട് അവൻ കയറി വന്നിട്ട് എനിക്ക് ആയിക്കോട്ടെ, എന്നു വിശ്വസിക്കേണ്ട എങ്ങനെ അവിടെ ഇരുന്നോ. ഇതല്ല. പിന്നെ അള്ളാനെ തെറി പറയാ, റസൂലുള്ളാഹിനെ തെറി പറയാ, നമ്മളെ ഉമ്മമാരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, സഹാബ വനിതകൾ, ഇവരൊക്കെ തെറി പറയാ. അറക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും പറയാൻ കഴിയാത്ത വിധത്തിലുള്ള, കേട്ടാൽ അറക്കുന്ന തെറി വാക്കുകൾ പറയാം. ഒരു സദസ്സിൽ പോലും പറയാൻ കഴിയാത്ത വാക്കുകൾ അള്ളാഹിനെ കുറിച്ച്, അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരായ നമ്മുടെ ഉമ്മമാരെ കുറിച്ച്, മറ്റു സഹാബിമാരെക്കുറിച്ച്, വിശുദ്ധ ഖുർആനിനെ കുറിച്ച്, ഖുർആനിക സൂക്തങ്ങളെക്കുറിച്ച്, അതിൽ കൈകാര്യം ചെയ്ത വിഷയങ്ങളെക്കുറിച്ചൊക്കെ ട്രോള്, പരിഹസിക്കുക. ഇതാണ് ഇവരുടെ നിലപാട്. പിന്നെ ഇവർക്ക് ജഹന്നമല്ലാതെ എന്താണ് കൊടുക്കാൻ പറ്റുക? അവർക്ക് കൊടുക്കാൻ അതേ ഉള്ളൂ. അതവിടെ അനുഭവിക്കേണ്ടി വരും. നിഷേധികളായ ആളുകൾ, അതിൻ്റെ ആ കുഫ്രിയത്തിൽ പെട്ടുപോയിട്ടുള്ളവർ, അവർ അള്ളാനെ, മലക്കുകളെ, പിന്നെ പ്രവാചകന്മാരെ, വേദഗ്രന്ഥങ്ങളെ എല്ലാം അവർ ട്രോളും, എല്ലാം അവർ നിഷേധിക്കും. അപ്പം അവർക്ക് ജഹന്നമ് അല്ലാഹു തആല വെറുതെ കൊടുത്തതല്ല, വെറുതെ അവരോട് എന്തെങ്കിലും വേറൊരു ദേഷ്യം ഉണ്ടാക്കിയിട്ടല്ല. ദാലിക ജസാഉഹും ജഹന്നം, ഇവർക്ക് ജഹന്നമാണ് എന്ന് പറയാനുള്ള കാരണം ബിമാ കഫറു, അവർ നിഷേധികളായി എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാരണം. നിഷേധികളായി എന്നുള്ളത് മാത്രമല്ല, വത്തഖദൂ അവർ സ്വീകരിക്കുകയും ചെയ്തു, ആയാത്തി എൻ്റെ ആയത്തുകളെയും, വറുസുലി എൻ്റെ ദൂതന്മാരെയും, ഹുസുവൻ പരിഹാസപാത്രങ്ങളാക്കി മാറ്റുകയും ചെയ്തു. അപ്പം അത്തരക്കാർക്ക് ജഹന്നം അതവിടെ കിട്ടുമ്പോൾ മനസ്സിലാവും. അതിനെയും കളിയാക്കുകയാണല്ലോ, അതിനെയും കളിയാക്കല്ലേ. ജഹന്നം ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതും കളിയാക്കും. ഈ ആയത്ത് കേട്ടാൽ അതും കളിയാക്കും.
എന്നാ ഒന്ന് കാണട്ടെ, അവിടെ എന്നാലും അവിടെ മറ്റോളുണ്ടാവുമല്ലോ മറിച്ചോളുണ്ടാവുമല്ലോ, അവരൊക്കെ കൂടെ അല്ലേ ഞാൻ അവിടെ ഉണ്ടാകുക എന്നൊക്കെ പറയും. ലോകത്ത് അവൻ കാണുന്ന ഏറ്റവും വലിയ വല്ല സുന്ദരികളുടെയൊക്കെ പേരും പറഞ്ഞിട്ട് പറയും, അവളെ കൂടെ ഒക്കെ എനിക്കെന്നാ നരകത്തിൽ നല്ല സുഖമായിട്ട് കഴിയാലോ. അതും ട്രോളും. ജഹന്നമിനെ കുറിച്ച് പറഞ്ഞാൽ അതും ട്രോളും. പരിഹാസം എന്തിനേയും പരിഹസിക്കാം. എന്നാലോചിച്ച് നോക്കി. അപ്പൊ പരലോകത്ത് വെച്ചും അത് അവിടുന്ന് നരകത്തിൽ അങ്ങനെ വന്നു. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. ഒക്കെ അവരുടെ കരച്ചിലെ വിലാപങ്ങളാണ്. അർത്ഥം പറയാൻ നേരല്ല. ഞങ്ങൾ പരിഹസിക്കാതിരുന്നില്ലെങ്കിൽ, നിഷേധിക്കാതിരുന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ നരകത്തുനിന്ന്. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഔ നഅഖിലു, അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മാ കുന്നാ, എങ്കിൽ ഞങ്ങളാകുമായിരുന്നില്ലല്ലോ ഫീ അസ്ഹാബിസ് സഈർ, ഈ കത്തിയാളുന്ന നരകക്കാരിൽ ഞങ്ങൾ പെടില്ലായിരുന്നല്ലോ. ഫഅ്തറഫൂ ബിദംബിഹിം, അങ്ങനെ അവരുടെ കുറ്റങ്ങളൊക്കെ നരകത്തിൽ വെച്ചവർ ഏറ്റു വിളിച്ച് വിലാപം നടത്തുന്നു. ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ, കത്തിയാളുന്ന നരകത്തിലെ ആ ആളുകളുടെ വിലാപത്തിന് എവിടെ വിലയാണ്? അവർക്കതാ അവർ എല്ലാ നന്മകളിൽ നിന്നും ദൂരെ 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 എന്നാണ് അവരോട് പറയപ്പെടുക. ഇതൊക്കെ അല്ലാഹു പറയുന്നതാണ്. അപ്പം അവിടുന്ന് ഇതുണ്ടാവും. അപ്പം മനസ്സിലാവും. മാത്രല്ല വിശ്വാസികൾ കാണുന്നുണ്ട് വിശ്വാസികൾ സ്വർഗത്തിൽ ഇങ്ങനെ എത്തി. അവരിങ്ങനെ മുഅ്മിനീങ്ങളോട് അവരുടെ കുടുംബസമേതം ഇങ്ങനെ സ്വർഗത്തിൽ ഉല്ലസിക്കുകയാണ്. അപ്പോൾ നാട്ടുവർത്തമാനങ്ങൾ പറയാണ്, ഖുർആൻ പറയാണ്, നാട്ടുവർത്തമാനങ്ങൾ പറയാണ്. അവരെ ദുന്യാവിൽ ജീവിച്ച കാലമൊക്കെ അങ്ങനെ ഓർക്കുകയാണ് അവർ സ്വർഗത്തിലിരുന്നിട്ട് വിശ്വാസികളെ. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ മറ്റേ ആളോട് പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു, അവൻ എന്നെ ഒരുപാട് നിരീശ്വരവാദിയാക്കാൻ നോക്കിയിട്ടുണ്ട്, ഒരുപാട് എന്നെ കാഫിറാക്കാനും നിഷേധിയാക്കാനും നോക്കിയിട്ടുണ്ട്. അവനിപ്പം ഇന്ന് നരകത്തിലുണ്ടാവും. പറയുമ്പോഴേക്ക് സ്വർഗക്കാരല്ലേ, അപ്പോഴേക്ക് റഹ്മാനായ റബ്ബിൻ്റെ കാണണ്ടേ എന്നാ ചോദിക്കണത്. അവനെ കാണണോ? കാണണം. മറ നീക്കിയിട്ട് കാണുകയാണ്. സ്വർഗക്കാര് അവനെ പഴപ്പിക്കാൻ വന്നിരുന്ന ഈ നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിലേക്ക് അവനെ രാവും പകലും ക്ഷണിച്ചിരുന്നവനെ കാണുകയാണ്. അതൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താ ഖുർആൻ പറയാത്തത്? നമ്മളെവിടെയാണ് നമ്മൾ വായിച്ചത്? വിശുദ്ധ ഖുർആനിൻ്റെ വായന അർത്ഥസഹിതമാവണമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ്. അങ്ങനെ ചില സംഗതികൾ നമ്മുടെ പാരായണത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്വപ്നേബി വിചാരിച്ചിട്ടില്ലാത്തത് ആയത്തുകളില്ലെന്ന് നമ്മുടെ കൽബിലേക്ക് അങ്ങനെ തെളിയും. അത് തെളിയുമ്പോൾ ഉടനെ നോട്ട് ചെയ്യണം, പിന്നെ അത് മനസ്സിലുണ്ടാവില്ല. അങ്ങനെ പുതുമകൾ വരും. ഖുർആൻ നമ്മൾ അർത്ഥസഹിതം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതുമകൾ വരും. നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത പുതുമകൾ വരും. പുതുമകൾ വരികയെന്ന് പറഞ്ഞാൽ അതിലില്ലാത്ത ഒന്ന് പിന്നെ അതിലുണ്ടായി എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല, നമ്മൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അത് എത്ര വലിയ ആൾക്കും സംഭവിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത്തോതിയപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ ഒരു ആയത്തുണ്ടായാലോ എന്ന് ബോധം വന്നത്. അത് അറിയാഞ്ഞിട്ടല്ല, ചിലപ്പോൾ ശ്രദ്ധയിന്ന് പോകും. ചില സമയങ്ങളിൽ റസൂലുള്ള വഫാത്തായപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണ്? വഫാത്തായിട്ടില്ല, വഫാത്തായി എന്ന് പറഞ്ഞോൻ്റെ തല ഞാൻ എടുക്കുന്ന പറഞ്ഞത്. അള്ളാൻ്റെ റസൂൽ മരിക്കേ, അത് പറ്റൂലാന്ന്, ഞാൻ സമ്മതിക്കൂലാന്ന്. അതെങ്ങാനും പറഞ്ഞു ഒരാൾ ഇങ്ങോട്ട് വന്നാൽ തല കാണൂല ഉടലിൽ എന്ന് പറഞ്ഞു. ദേഷ്യം കൊണ്ട് നിൽക്കണം റളിയല്ലാഹു അൻഹു. പ്രത്യേകമായൊരവസ്ഥയിലാണ്. വിശുദ്ധ ഖുർആൻ കലക്കി കുടിച്ച ആളാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഇതപ്പോൾ വന്നില്ല, അത് കത്തിയില്ല പെട്ടെന്ന്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊന്നും പറഞ്ഞില്ല. നേരെ കയറി മെമ്പറിൽ കയറിയിട്ട് പ്രസംഗമാണ് തുടങ്ങുന്നത്. ജനങ്ങളെ, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയെ ആയിരുന്നു ആരാധിച്ചിരുന്നത്? ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. അള്ളാനെയാണോ ആരാധിച്ചിരുന്നത്? അള്ളാഹ് ജീവിച്ചിരിപ്പുണ്ട് ഇവിടെ. എന്നിട്ട് പറഞ്ഞു, ഒമാക്കാന, പിന്നെ അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങളിൽ ഒരുവൻ മാത്രമാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രവാചകൻ ആ മുഹമ്മദും മരിക്കും, എല്ലാവരും മരിക്കേണ്ടവനാണ് എന്നിങ്ങനെയുള്ള വചനമോദിയപ്പോൾ വളരെ രോഷം കൊണ്ട് നിന്നിരുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നേരെ ഭൂമിയിലേക്ക് അങ്ങനെ ഇരിക്കുകയാണ്, അന്തം മുട്ടാണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ വാചകമാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇങ്ങനെ ഒരായത്തുള്ളത് ഞാൻ മുമ്പ് കേൾക്കാത്തത് പോലെ, ഞാൻ ആദ്യം കേൾക്കുന്നത് പോലെ.
എന്താണ് ആ പറയുന്നത്? അതിന് പാഠം ഉൾക്കൊള്ളണം എന്ന് ഞാൻ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്തൊരു സംഗതി നമ്മൾ വായിക്കുമ്പോൾ കാണുന്നല്ല ഞാൻ പറയുന്നത്. അർത്ഥസഹിതം നിങ്ങൾ ചിന്തിച്ച് എപ്പോഴും ഖുർആൻ ഓതുമ്പോൾ റബ്ബേ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഇതൊക്കെ വെറുതെ ഒരു നാവുകൊണ്ട് പറയലല്ല. ഖുർആൻ ഓതാനിരിക്കുമ്പോൾ നല്ല മൂടുള്ളപ്പോഴേ ഖുർആൻ ഓതാനിരിക്കാവൂ. കോട്ട് വായിട്ടിട്ടും ഉറക്കം വന്നിട്ടൊന്നും ഖുർആൻ എടുത്ത് നിവർത്തരുത്, അതിനോട് വെറുപ്പേ വരുള്ളൂ. അത് ശാപമാണ് നമുക്കുണ്ടാവുക. നേരെ മറിച്ച് അള്ളാഹുവിനോട് നല്ല ഭക്തിയിൽ അഊദു ബില്ലാഹ്, പടച്ചോനെ ദുഷിച്ച ചിന്തകളൊക്കെ എൻ്റെ മനസ്സിന്ന് പോകണം, റബ്ബിൻ്റെ നാമത്തിൽ ഞാനിത് വായിക്കാൻ തുടങ്ങുകയാണ്. അള്ളാഹുവേ ഇതുകൊണ്ട് എനിക്ക് ബസാറത്ത് കിട്ടണം, എൻ്റെ ഉൾക്കാഴ്ച ഉണ്ടാവണം, എനിക്ക് ഹിദായത്ത് കൂടണം, ഖുശൂഅ് വർദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഖുർആൻ ഓതി നോക്കൂ. അങ്ങനെ അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള വചനങ്ങൾ വരും. അപ്പം ചിലത് നമ്മളെ മനസ്സിൽ കത്തും. അത് നോട്ട് ചെയ്യണം എന്നാ അപ്പം ഞാൻ പറയുന്നത്. അത് പിന്നെ വരൂല. അപ്പൊ അത് വിശുദ്ധ ഖുർആനിന്റെ ഒരു വലിയ മുഅ്ജിസത്താണ്. ശുദ്ധ ഗ്രന്ഥം അത് എത്ര ആള് ആഴത്തിൽ മുങ്ങിത്തപ്പിയാലും ഒരുപാടാ കിട്ടുക. അതിന് എടുത്തിട്ട് തീരൂല. അത് ഞാൻ അടുത്ത വചനത്തിൽ വരുന്നുണ്ടല്ലോ. അത് മുങ്ങിയാലും വിവരിച്ചാലും തീരാത്ത മുത്താണത്. ഇത് എടുത്താലും പറഞ്ഞാലും എഴുതിയാലും ഒന്നും തീരൂല. അപ്പൊ അത്രത്തോളം വലിയ പ്രാധാന്യം ഇതിനുണ്ട് എന്ന് നമുക്ക് വേണം. പക്ഷെ നമ്മൾ എത്ര പറഞ്ഞിട്ട് എന്താണ്? നമ്മൾ ഓരോരുത്തർ, ഞാൻ എന്നോട് ചോദിക്കുക, നിങ്ങളൊക്കെ ചോദിക്കുക, ഓരോ ദിവസവും നമ്മൾ എത്ര കഷ്ണം തദബ്ബുറോടുകൂടെ ഖുർആൻ ഓതുന്നുണ്ട്, ചിന്തയോടുകൂടെ ഖുർആൻ ഓതുന്നുണ്ട്. അതിന് നിങ്ങൾ നീക്കിവെക്കുന്ന സമയം ശൈത്താൻ പറയും നമുക്ക് സമയമില്ല, തിരക്കാണ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിനു വേണ്ടി നിങ്ങൾ നീക്കിവെക്കുന്ന സമയം കാരണം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പണികളിലും ബർക്കത്ത് കൂടുകയുള്ളൂ. നേരെ മറിച്ച് ഇതില്ലാതെ നിങ്ങൾ ഏത് പണി എടുത്തു നോക്കി അതിൻ്റെ ഒന്നും ബർക്കത്ത് ഉണ്ടാവില്ല. അതാണ് ആദ്യം പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. നമ്മളെ ജീവിതത്തിൽ ഖുർആൻ ഓതാനും പഠിക്കാനും ഇരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ വേറൊരുപാട് പണികൾ ഓർമ്മ വന്നിട്ട് ഇതൊഴിവാക്കുകയാണെങ്കിൽ ആ പണികൾ നിങ്ങൾ എത്ര നേരിട്ടും കാര്യം ഉണ്ടാവില്ല, അതിൻ്റെ ബർക്കത്തിന് ഇഷ്ടപ്പെടും. നേരെ മറിച്ച് ഇതുണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ട് മതി ഇതിൻ്റെ മറ്റു പണികൾ എന്ന് വന്നാൽ ഇത് കഴിഞ്ഞ് മറ്റു പണികളിലൊക്കെ നിങ്ങൾക്കൊരു വലിയ ഉത്സാഹ ഉന്മേഷം ഉണ്ടാവും. അത് ഖുർആനിൻ്റെ പ്രത്യേകതയാണ്, ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകതയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് അത് മറക്കരുത്. അതുകൊണ്ട് ഈ ഗ്രന്ഥം ഇതാണ് നമ്മുടെ വഴികാട്ടി. ഇത് പഠിക്കുക, ഇതിനെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുക. നമ്മളെ മനസ്സിൽ അങ്ങനെ ആ നിലക്കുള്ളൊരു പ്രത്യേകമായൊരു ചിന്തയും ഭക്തിയും സ്നേഹമൊക്കെ ഉണ്ടായാലേ അള്ളാഹുവിൻ്റെ കലാമിനോട് നമുക്കെടുക്കാനും കലാം ഇങ്ങോട്ട് അടുക്കുകയൊക്കെ ചെയ്യുള്ളൂ. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? ഇവരുടേതായ അവിശ്വാസം, ആ അവിശ്വാസവും അവരുടെ ഈ പരിഹാസങ്ങളുമൊക്കെ അതൊക്കെ ട്രോളലും പരിഹാസവും ഒക്കെയാക്കി അതിനൊക്കെ പരലോകത്ത് വലിയ വില കൊടുത്ത് സങ്കടപ്പെടേണ്ടി വരും. പക്ഷെ അവിടെ സങ്കടപ്പെട്ടിട്ടും സമയം കിട്ടിയെങ്കിൽ എനിക്കൊന്ന് ചിന്തിക്കായിരുന്നു, പഠിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ദുന്യാവിലെ ജീവിതത്തിലെ ബറക്കത്ത് എന്ന് പറയുന്നത് ഒരുപാട് പണം ഉണ്ടാവലല്ല, ഒരുപാട് വലിയ രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവലല്ല, ഒന്നും വേണ്ട. മനസ്സിൻ്റെ സമാധാനമാണ്. മനസ്സിൻ്റെ സമാധാനമാണ് ഏറ്റവും വലുത്. അത് പണം കുറഞ്ഞാലും സൗകര്യങ്ങൾ കുറഞ്ഞാലും ഒന്നും സമാധാനമുണ്ടോ? നേരെ മറിച്ച് സമാധാനമില്ലാത്തൊരു കൽബാണുള്ളത്. ഒരുപാട് പണമുണ്ട്, ഒരുപാട് സൗകര്യമുണ്ട്, ഒരുപാടുണ്ട്, ഒരു പ്രയോജനം ഉണ്ടാവില്ല. ആവശ്യം എന്താ വേണ്ടത്? നമ്മളെയൊക്കെ മനസ്സുകൾ നമ്മളോട് പറയും, ആവശ്യമുള്ളത് നമുക്ക് അള്ളാഹു ഇതിന്നേ തരുള്ളൂ. അതുകൊണ്ട് ഇതിനോടുള്ള മഹബത്ത്, ഇതിനോടുള്ള സ്നേഹം ഇത് ഡെയിലി നിലനിർത്തണം. അതിനുവേണ്ടി നീക്കിവെക്കുന്ന 10 മിനിറ്റോ അരമണിക്കൂറോ ഉണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടൂല മറ്റു കാര്യങ്ങളെ. ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഇതിനു വേണ്ടി നീക്കിവെക്കുന്ന ഒരു അരമണിക്കൂർ കാരണത്താൽ നിങ്ങളുടെ ദിവസത്തിലെ മറ്റൊരു പ്രവൃത്തിയുടെയും ബറക്കത്ത് പോവില്ല. മറിച്ച് ഇത് മാറ്റിവെച്ചിട്ട് നിങ്ങൾ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്താൽ ബറക്കത്തൊട്ട് ഉണ്ടാകൂല. ആ വാചകം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വളരെ ഗൗരവമാണ്. ഞാൻ ഹദീസും സമാനമായ ആയത്തുകളൊന്നും ഉദ്ധരിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇതിനെപ്പറ്റി മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞ ആശയാണ് ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞ് കേൾപ്പിച്ചു തരുന്നത്. അള്ളാഹിൻ്റെ ഗ്രന്ഥത്തോടുള്ള അടുപ്പമുണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബറക്കത്തതാണ്. അതാണ് ആ ദുആകളുടെയും പ്രാർത്ഥനകളുടെയും ഒക്കെ പൊരുളതാണ്. റബീഉൽ ഖൽബ് ഖുർആൻ, നൂറുൽ ഖൽബ് ഖുർആൻ, ജലാഉ ഹുസ്നുൽ ഖൽബ് ഖുർആൻ. ഖുർആൻ മനുഷ്യ ഹൃദയത്തിന്റെ ഹുസ്നിനെ നീക്കുന്ന ഡിറ്റർജന്റ്. എന്താണ് പ്രാർത്ഥനയൊക്കെ? റബിയ ഖൽബി വനൂറ സദരി. എന്താ ചോദിക്കുന്നതൊക്കെ? ഇതൊക്കെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമല്ലേ? അല്ലാഹുമ്മ ജഅൽ ഖുർആന റബിയ ഖൽബി വനൂറ സദരി വജലാഅ ഹുസ്നി വദഹബ ഹമ്മി വഗമ്മി. ഇതൊക്കെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ? ചോദിക്കണീന് മുമ്പ് അള്ളാഹനെ നമ്മൾ എത്രത്തോളം പുകഴ്ത്തിയിട്ടാ പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദലുൻ ഫിയ ഖളാഉക എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ അസ്മാകളെ കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ വേറെ ചോദിക്കുന്നുണ്ട്.
ഇങ്ങനെ നിരന്തരം നമ്മളെ ദുആ, നമ്മുടെ മനസ്സിൻ്റെ അള്ളാഹുവിലേക്കുള്ള അടുപ്പം, അതുകൊണ്ട് കിട്ടുന്നൊരു സുഖം ലോകത്ത് ഒരു സൗകര്യങ്ങൾ കൊണ്ടും നമുക്ക് കിട്ടൂല. അതെപ്പോഴും മനസ്സിൽ നിന്നും മായാതെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടോ, മരണനേരത്തും ആസ്വദിച്ച് മരിക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതാണ് അള്ളാഹു പറയുന്നത്. ഇപ്പം അവിശ്വാസികൾ ഇങ്ങനെയൊക്കെ പരിഹാസം, വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് അവരുടെ പരിഹാസങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ അംബിയായിലെ 36-ാമത്തെ ആയത്തിൽ കാണാം, വഇദാ റആകല്ലദീന കഫറൂ ഇൻ യത്തഖിദൂനക ഇല്ലാ ഹുസുവാ. അവിശ്വാസികളായ ആളുകൾ നിന്നെ കാണുമ്പോൾ തന്നെ അവർക്കൊരു പരിഹാസമാണ്. ഈ യത്തഖിദൂനക ഇല്ലാ ഹുസുവ. സൂറത്തുൽ അംബിയായിലെ 36. സൂറത്തുൽ ഫുർഖാൻ 41-ാമത്തെ ആയത്തിൽ അവരുടെ പരിഹാസത്തിന്റെ വചനം, റസൂലുള്ളാഹിനെ കാണുമ്പോൾ അവർ പറയും, അഹാദല്ലദീ ബഅസല്ലാഹു റസൂല. ഇവനെയാണോ അല്ലാഹു റസൂലായി നിശ്ചയിക്കാൻ കണ്ടത്? ഇവിടെ നമ്മൾ എത്ര വലിയ വലിയ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, വലിയ തറവാടികൾ, വലിയ സമ്പന്നര്, വലിയ വലിയ സൗകര്യങ്ങളുള്ളവര്, വലിയ വലിയ അധികാരമുള്ളവരൊക്കെ ഉണ്ടായിട്ട് ഈ ആമിനാന്റെ മുഹമ്മദിനെ ഉണക്കറൊട്ടിയും തിന്ന് നടക്കണ അപ്പെണ്ണിന്റെ ഇമ്മോനിക്ക ഇത് കൊടുക്കാൻ കണ്ടത് എന്നാണ് അവർ ചോദിച്ചത്. അഹാദല്ലദീ ബഅസല്ലാഹു റസൂല. ബനെയാണോ നിയോഗിച്ചത് എന്നിങ്ങനെ ചോദിച്ചവർ കളിയാക്കിയിരുന്നു. അതേ ഫുർഖാന്റെ 42-ാമത്തെ ആയത്തിൽ കാണാം, ഇൻ കാദ ലയുദില്ലുനാ അൻ ആലിഹത്തിനാ ലൗലാ സബർനാ അലൈഹാ. അവനെ എത്ര നമ്മളെ പഴപ്പിക്കാൻ നോക്കിയില്ലേ. നമ്മൾ വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിച്ചു വരുന്ന നമ്മുടേതായ, നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ച് പിന്നെ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചിരുന്ന നമ്മുടെ ആലിഹത്തുകളായ ആളുകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പഴപ്പിക്കാൻ അവൻ എത്ര പണിയെടുത്തത്. പക്ഷേ ലൗലാ അൻ സബർനാ അലൈഹാ, നമ്മൾ അത്രത്തോളം പിടിച്ചു നിന്നതുകൊണ്ടല്ലേ ഇവന്റെ പുത്തൻവാദത്തിൽ നമ്മൾ പെടാതെ പോണത്. അത്ര വലിയ അഹങ്കാരം പറഞ്ഞിരുന്നവര് റസൂലുള്ളാഹിനെ നോക്കിയിട്ട്. നോക്കണം നിങ്ങൾ, ഇവൻ്റെ ഇതിൽ പെടാതെ അള്ളാഹ് നമ്മളെ കാത്തില്ലേന്ന്. കാരണം എന്താ, നമ്മളെ കാക്കക്കാരന്മാരെ കുരുത്തവും പൊരുത്തവും അവരെ നമ്മൾ വിളിച്ച് ഇതുവരെ നമ്മൾ വാപ്പപ്പാപ്പന്മാരായിട്ട് വിളിച്ചൊക്കെ പ്രാർത്ഥിച്ചു പോരുന്ന ആൾക്കാരെ നമ്മൾ കൈവടിയണില്ല. ഇവൻ്റെ എന്ത് കേട്ടാലും നമ്മൾ എന്ത് ചെയ്യണില്ല, ചെവി കൊടുക്കണില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹ് നമ്മളെ കാത്തിലേ, അല്ലെങ്കിൽ അവൻ നമ്മളെ പഴപ്പിക്കൂലായിരുന്നോ റസൂലുള്ളാഹിനെ ചൂണ്ടിയിട്ട് ഇവര് പറഞ്ഞിരുന്നതാണ്. ഇതന്നല്ല എന്നും പറയണത് തന്നെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ചരിത്രത്തിൻ്റെ തനി ആവർത്തനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. അതേ അവസരത്തിൽ വിശ്വാസികളായ ആളുകൾ, അവിശ്വാസികളുടെ സ്ഥിതി ഇങ്ങനെയൊക്കെയാണെങ്കിൽ അള്ളാഹു ഉടനെ സന്തോഷ വാർത്ത പറയാണ്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി കാനത് ലഹും ജന്നാതുൽ ഫിർദൗസി നുസുലാ. ഇന്നല്ലദീന ആമനൂ, തീർച്ചയായും സത്യവിശ്വാസം സ്വീകരിച്ചവർ, ഇന്നല്ലദീന ആമനു, തീർച്ചയായും സത്യവിശ്വാസം സ്വീകരിച്ചവർ, വഅമിലുസ്സാലിഹാതി, വഅമിലു, അവർ പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു, അസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ. ഇപ്പൊ സത്യവിശ്വാസം സ്വീകരിക്കുക എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണം. എൻ്റെ ഈ മജ്ജു നോക്കണ്ട, ഞാൻ അങ്ങനെയൊക്കെ നടന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം, അത് കുഫറാണ്. അവർക്ക് ഭയങ്കര ഈമാനാണ്. ഇപ്പോൾ നിസ്കരിക്കണ ഹറമെന്ന്, അവിടെ നിസ്കരിക്കണ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചിലപ്പോൾ കഞ്ചാവ് അടിച്ചിങ്ങനെ നടക്കണ, കള്ളൊക്കെ കുടിച്ച് നടക്കണ ഔലിയപ്പാപ്പാണെങ്കിലും കുറ്റം പറഞ്ഞുകൂടാ. കാരണം ഇപ്പോൾ ഈമാൻ്റെ പവറാണെന്നാണ്. എന്ത് ഈമാൻ്റെ പവർ? പട് ജാഹില്. ഈമാനുണ്ട് എന്ന് വാദിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഈമാനിൻ്റെ പ്രകടനം എന്ന നിലക്ക് ഞാനത് എൻ്റെ ജീവിതത്തിൽ വേണം. അതാണ് ഇന്നല്ലദീന ആമനൂ എന്ന് പറയുന്നിടത്തൊക്കെ അള്ളാഹ് എന്തും കൂടെ കണ്ടീഷൻ പറയും, വഅമിലുസ്സാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ. ഇനി ഒരാൾ സൽക്കർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട്, വിശ്വാസമൊന്നും ഇല്ലെങ്കിലോ അപ്പോഴും പോയി. രണ്ടും വേണം. ആമനൂ വഅമിലുസ്സാലിഹാത്തി, വിശ്വസിക്കുന്നു. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് വിശദീകരിക്കേണ്ടതില്ല. മഹാരഥന്മാരായ പ്രവാചകന്മാരിലൂടെ താവഴിയായി കൈവന്ന ഇസ്ലാമിൻ്റെ കറ കളഞ്ഞ തൗഹീദ്, അതിനോടനുബന്ധമായ ഈമാനിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവൻ വിശ്വസിക്കുന്നു. വഅമിലുസ്സാലിഹാത്തി, അതിന് ഉപോത്ബലകമായ നിലക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സൽക്കർമ്മങ്ങൾ ഒന്നൊഴിയാതെ അവൻ ചെയ്യുന്നു. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിലുണ്ട്. അവരുടെ അവസ്ഥ എന്താ? മറ്റൊരു ജഹന്നമാണ്. ഇവർക്കോ കാനത്ത് ലഹും, തീർച്ചയായും അവർക്കുണ്ടായിരിക്കും,
ജന്നാത്തുൽ ഫിർദൗസി, ഫിർദൗസാകുന്ന തോട്ടങ്ങൾ, ഫിർദൗസാകുന്ന തോട്ടങ്ങൾ, ഫിർദൗസാന്റെ സ്വർഗങ്ങളാണ് അവർക്കുള്ളത്. നുസുലാ, വിരുന്ന് സൽക്കാരമായി. അവർക്ക് വിരുന്ന് സൽക്കാരം, മറ്റവർക്ക് വിരുന്ന് സൽക്കാരം ജഹന്നമാണ്. അവളവിടെ നുസുല എന്നല്ല പഠിപ്പിച്ചത്. ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുലാ, ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുലാ. ഇവിടെയോ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ജന്നാത്തുൽ ഫിർദൗസ് ആണ് കിട്ടാൻ പോകുന്നത്. ഫിർദൗസ്, ഫിർദൗസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഉന്നതമായ പദവിയാണ്. സ്വർഗത്തിലെ ഉന്നതമായ പദവി എല്ലാവർക്കും കിട്ടുമെന്നല്ല, സ്വർഗത്തിലെ അത്യുന്നതമായൊരു പദവിയുണ്ട്. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സെപ്പറേറ്റ് നീക്കി വെച്ചാണ്. അത് നബിക്ക് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് അള്ളാഹിൻ്റെ റസൂൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എപ്പോഴാണ് നമ്മൾ ചോദിക്കല്? ബാങ്കിൻ്റെ ശേഷം. ബാങ്ക് വിളിക്കുന്നത് പോലെ പറഞ്ഞ് നമ്മളതിൻ്റെ ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സ്വലാത്തിനെയും ചോദിച്ചിട്ട് പിന്നെ പറയുന്നുണ്ട്, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല. അൽ വസീല എന്ന് പറയുന്നതാണ് സ്വർഗത്തിലെ അത്യുന്നതമായ പദവി. അത് ഒരാൾക്കേ കൊടുക്കുള്ളൂ. അത് എനിക്ക് കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ള പറയുകയും ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ അത്യുന്നതമായ പദവിയാണ്. നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് തന്നെ ചോദിച്ചോളി എന്നാണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ വെറും സ്വർഗം ചോദിക്കണ്ട, ഫിർദൗസ് ചോദിച്ചോളി. വലുത് ചോദിച്ചാൽ ചെറുതേലും കിട്ടിയാലോ, വലിയൊരു ചോദിച്ചോളി പ്രതീക്ഷയോടെ ചോദിക്കുകയാണ്. പിന്നെ സ്വർഗത്തിനൊരു പ്രത്യേകത ഉണ്ട്, അഴിഞ്ഞ് വരാൻ പോകുന്നുണ്ട്. സ്വർഗത്തിലെ ഏത് സ്ഥാനം കിട്ടിയാലും നമുക്ക് അത് പോരാന്ന് പറയില്ല. അതാണ് മഹത്വം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അപ്പോൾ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. സ്വർഗത്തിലെ അത്യുന്നതമായ പദവിയാണത്, സ്വർഗത്തിൻ്റെ മധ്യഭാഗമാണത്, സ്വർഗീയമായ നദികൾ പൊട്ടിയൊഴുകുന്ന ഇടമാണത് എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും ഫിർദൗസിനെ കുറിച്ച്. അതുകൊണ്ട് നിങ്ങൾ സലുല്ലാഹ് ഇദാ സഅൽതുമുല്ലാഹൽ ജന്നത ഫസ്അലൂഹു അൽ ഫിർദൗസ്. നിങ്ങൾ അള്ളാഹിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിച്ചോളീന്ന്, ഫിർദൗസ് ചോദിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം. ഖാലിദീന ഫീഹാ, അവരാ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും. സ്വർഗത്തിൽ നിത്യവാസികളാണ്. നിത്യം ഒരിടത്ത് നിന്ന് താമസിച്ചാൽ, നിത്യം ഒരു ഫുഡ് കഴിച്ചാൽ, എത്ര സൗകര്യമുള്ള സ്ഥലമായാലും എത്ര വലിയ ടേസ്റ്റുള്ള ഫുഡാണെങ്കിലും മടുക്കും. ഒരു ദിവസമൊക്കെ ഉണ്ടാവും. ഒരു ദിവസമൊക്കെ നമ്മളൊന്ന് നോക്കും, പുറത്തേക്കൊക്കെ നോക്കും, അകത്തേക്കൊക്കെ നോക്കും, സാറുണ്ടെന്ന് പറയും. 2 ദിവസം കഴിഞ്ഞാലും എടുത്തു. എന്ത് സൗകര്യമാവട്ടെ, ദുനിയാവിൽ ഏത് സൗകര്യത്തിൽ നമ്മളെ കൊണ്ടുപോയി പാർപ്പിച്ചു, എത്ര വലിയ ഫുഡ് കഴിച്ചു, 4 ദിവസം അടുപ്പിച്ച് വെക്കാണ് ചെയ്താൽ പിന്നെ അത് വേണ്ട. നല്ല ഫുഡ് കിട്ടിയാൽ പറയും കുറച്ച് ചാക്കക്കൂട്ടാനും പയങ്കഞ്ഞിയും കിട്ടിയെങ്കിൽ എന്ന് പറയും. ഏതൊരു മനുഷ്യനും എവിടുന്ന് കിട്ടിയാറ്റും കാര്യമില്ല, മടുക്കും. എന്തിനാ ഞാനത് പറയണമെന്നറിയോ? ഞാൻ അടുത്ത വാചകം നോക്കോ. നിത്യം വസിച്ചവന് എന്താ ഇതിനൊരു കാര്യം ഉണ്ടാ? നിരീശ്വരവാദികൾ ട്രോളിനൊരു കാര്യം അത്. നിത്യം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ പേരൊരു കാര്യമുള്ളത്? അള്ളാഹ് മുൻകൂട്ടി കണ്ടിട്ട് പറയാണ്, ഖാലിദീന ഫീഹാ, അവരതിൽ നിത്യവാസികളായ നിലയിലായിരിക്കും. ഇനി അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്, ലാ യബ്ഗൂന അൻഹാ ഹിവലാ. ലാ യബ്ഗൂന, സ്വർഗത്തിലെ ഏത് ദറജയിലുള്ള വ്യക്തിയാവട്ടെ, ലാ യബ്ഗൂന, അവർ കൊതിക്കൂല, ആഗ്രഹിക്കൂല, അൻഹാ, അയാൾ നിലവിലുള്ള താമസ സ്ഥലത്ത് നിന്ന് ഹിവലൻ, ഒരു മാറ്റം പ്രതീക്ഷിക്കൂല, മോഹിക്കൂല, വേണ്ട. സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖത്തിൽ ഞാനാണെന്നാണ് ഓരോരുത്തർക്കും തോന്നുന്നത്. പിന്നെ ഞാൻ അവിടുന്ന് മാറാൻ തോന്നുന്നു. മനുഷ്യന് തോന്നലെപ്പോഴാ? എന്നെ കാണാൻ വലിയ ടോപ്പുള്ള സൗകര്യങ്ങളുണ്ട് എന്ന് അവനെ തോന്നുമ്പോഴാണ്. ഇനി സ്വർഗത്തിൽ താമസിക്കണ ഏതൊരു മനുഷ്യന് തോന്നണം എന്താണ്? ഞാനാണ് ഇവിടെ ഏറ്റവും വലിയ ടോപ്പ് സുഖത്തിൽ. ഇനി അതിനപ്പുറത്തേക്ക് ഞാൻ എവിടെ പോണ്? അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. നോക്കി നിങ്ങൾ, ലാ യബ്ഗൂന അൻഹാ ഹിവല. മുഫസ്സിരീങ്ങൾ പറയണ്,
ലാ യത്ലുബൂന അൻഹാ ബദലൻ, ഒരു ചേഞ്ച് അവരവിടെ ആഗ്രഹിക്കൂല. ലിഅന്ന കുല്ല വാഹിദിൻ, കാരണം സ്വർഗത്തിലെ ഓരോ വ്യക്തിയും ബിമാ ഹുവ ഫീഹി റാളിൻ ബിമാ ഹുവ ഫീഹി മിനൻ നിഅം, അവിടെ കൊടുക്കുന്ന സൗകര്യങ്ങളും നിഅമത്തുകളിലും അവൻ പൂർണ്ണ സംതൃപ്തനാണ്. തന്നേക്കാൾ പൂർണ്ണനായ ഒരു വ്യക്തി ഇനി സ്വർഗത്തിലുണ്ട് എന്ന് അയാൾക്ക് തോന്നുകയില്ല. അതേ അവസരത്തിൽ അക്സാഹിലിന്നാർ, നരകവാസികളായ ആളുകൾ നേരെ മറിച്ചാണ്. അവർക്ക് തോന്നുന്നത്, ഓരോരുത്തർക്കും തോന്നും തനിക്ക് കിട്ടുന്ന ശിക്ഷ ഏറ്റവും അധികം കടുപ്പം തന്നെയാണ്, സഹിക്കാൻ കഴിയൂല. എത്ര താഴെ തട്ടിലുള്ള ശിക്ഷയാണെങ്കിൽ പോലും ഭയങ്കര ശിക്ഷയായിട്ടാണ് അവൻ അനുഭവപ്പെടുക. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബ, നരകത്തിലെ ഏറ്റവും ലളിതമായ ശിക്ഷ കൊടുക്കുന്ന വ്യക്തി, അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും? കാലിൽ തീ കൊണ്ട് വാറുള്ള ഒരു ചെരുപ്പ് ധരിപ്പിക്കലായിരിക്കും. അതുകൊണ്ട് ദമാഗ് തിളച്ചു മറിയും. അയാൾക്ക് തോന്നും, ഈ നരകത്തിൽ എൻ്റെ അത്ര ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾ വേറല്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആലോചിച്ചോക്കെ അത്ര, അത് ഏറ്റവും ലളിതമായ, വേറെ എവിടെ അയാളെ തീ സ്പർശിക്കുന്നില്ല, കാലിൻ്റെ ഒരു ചെരുപ്പ് മാത്രമാണ്. മറ്റേത് അതിൻ്റെ ഓരോ ദറക്കാത്തുകളാണ്. ജഹന്നമിനെ പറ്റി പറയുമ്പോൾ ദറക്കാത്തുകളാണ്, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴോ ദറജാത്തുകളാണ്. മേലോട്ട് 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 ദറജകൾ, മറ്റത് താഴോട്ട് 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 അഗാധ തലങ്ങൾ, ദറക്കാത്തുകൾ. അപ്പൊ സ്വർഗവാസികൾ സ്വർഗത്തിൽ കയറിയാൽ അവിടെ കുശുമ്പും പോരും പിന്നെ കുനിഷ്ടും കുന്നായ്മയും ഒന്നുമില്ല, ആരോടും അസൂയയില്ല, പകയില്ല, ഒന്നുമില്ല. നല്ലപ്പോൾ മറ്റോന് കിട്ടിയാ അവനക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടം, അങ്ങനെ ഒന്നും ഇല്ലല്ലോ അവിടെ. ഒരു വാക്ക് കൊണ്ട് പോലും ഒരാളെ നോവിക്കലില്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. അവിടെ ഒന്നും കേൾക്കൂല, ഒരു ലഘുവിൻ്റെ വർത്താനങ്ങളില്ല, കുറ്റകരമായൊരു സംസാരങ്ങളില്ല, ഒന്നുമില്ല. എപ്പോഴത്തെയും നിറഞ്ഞ ശാന്തിയുടെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും മാത്രമാണ്. അതുകൊണ്ട് പിന്നെ അവിടുന്ന് ആരാ കൊതിക്കുക, പോകാൻ കൊതിക്കുക. മാത്രമല്ല, എന്താ മടുക്കാതിരിക്കുന്ന അറിയോ, ഓരോ ദിവസവും ഫ്രഷാണ് വരുന്നത്. പക്ഷേ ഫ്രഷ് ഓരോന്ന് വരുമ്പോഴും ഇന്നലെ കിട്ടിയാലല്ലോ ഇതെന്നും പറയും. ഇത് പറയാണല്ലോ, കുല്ലമാ റുസിഖു, അവർക്ക് ഓരോന്ന് കൊടുക്കപ്പെടുമ്പോഴും ഒക്കെ മുത്തശാബിഹായിട്ട് ഇങ്ങനെ തോന്നുകയാണ്. എന്നാൽ അതല്ലേനും അത്രയും വ്യത്യാസം. ഇതിനെപ്പറ്റിയൊന്നും നമുക്ക് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ അള്ളാന്റെ റസൂല് ഒറ്റ വാചകത്തിൽ പറഞ്ഞതെന്ത്, മാലാ അയ്നുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാ കിട്ടുക. നമ്മൾ ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു കാതും കേട്ടിട്ടില്ലാത്തതാണ് അവിടെ കേൾക്കുക. ആനന്ദം, കാഴ്ചകൾ, ഒരു മനുഷ്യനും ഹൃദയത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത സുഖസൗകര്യങ്ങളാണ് അവിടെ ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മളതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്താ കാര്യം? അള്ളാഹു അത് തരാൻ നോക്കുക, അത് കിട്ടാൻ നോക്കുക എന്നല്ല, അത് കിട്ടാൻ നോക്കുക, അത് തരാനുള്ള മാർഗങ്ങൾ നോക്കുക, അത് ലഭിക്കാനുള്ള വഴികൾ നോക്കുക. അത് ലഭിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം എന്താ ലഭിക്കാനുള്ള വഴി? അന്നല്ലേ ആയത്ത്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. അത് ആമനു അമിലു സാലിയാത്തി എന്ന് പറഞ്ഞോടത്ത് ആണോ പെണ്ണോന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അള്ളാഹ് ഖുർആനിൽ വേറൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ലിംഗഭേദം ഒന്നും ഖുർആനിൽ ഇസ്ലാമിലില്ല. ആണ് ചെയ്താ കൂലില്ല, പെണ്ണ് ചെയ്താ കൂലില്ല, അല്ലെങ്കിൽ നേരെ മറിച്ച് ഒന്നുമില്ല. മന്നമില സാലിഹം മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ ആര് സൽക്കർമ്മം ചെയ്യുന്നുവോ വലിയ സ്വീകരണം ഉണ്ടാവും പരലോകത്ത് എന്നാണ്. അതുകൊണ്ട് അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല. ഇനി അടുത്ത എന്താ? ഖുൽ, നബിയേ പറയൂ, ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഇനാ ബിമിസ്ലിഹി മദദാ. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കൂ, നബിയെ പറയൂ അവരോട്, ലൗ കാനൽ ബഹ്റു, ലൗ കാനൽ ബഹ്റു, സമുദ്രമായി തീർന്നാലും, ബഹ്ർ സമുദ്രം, സമുദ്രം മുഴുവനുമായി തീർന്നു, സമുദ്രത്തിലെ വെള്ളം മുഴുവനും എന്തായി? മിദാദൻ, മഷിയായി തീർന്നു. മിദാദ്, മഷി. സമുദ്രത്തിലെ വെള്ളം മുഴുവനും മഷിയായാൽ
എന്തിന്? ലി കലിമാതി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കലിമകൾ എഴുതാനും വ്യാഖ്യാനിക്കാനുമൊക്കെ. സമുദ്രത്തിലെ ജലത്തോളം മഷിയുണ്ടായാലും ലനഫിദൽ ബഹ്റു, സമുദ്രത്തിലെ സമുദ്രത്തിലെ വെള്ളമങ്ങ് വറ്റിപ്പോവുക തന്നെ ചെയ്യും. നഫിദ എന്ന് പറഞ്ഞാൽ തീർന്നുപോയി, പറ്റാണ്ടില്ലാതെ ആയി പോണിനാണെന്ന് പറയാ നഫിദ. നഫിദ നഫിദ എന്ന് പറഞ്ഞാൽ വറ്റിയാണ് പോയി, ഒന്നുമില്ല, കാണാനില്ല. സമുദ്രത്തിലെ വെള്ളം വറ്റിപ്പോവുക തന്നെ ചെയ്യും. ഉണ്ടോ? ല വേറെയാണ്, നഫിദയാണ് വെർബ് ക്രിയ. ല നഫിദ അൽ ബഹ്റു, സമുദ്രത്തിലെ വെള്ളം വറ്റിപ്പോവുക തന്നെ ചെയ്യും. ഏതിന്റെ മുമ്പ് വറ്റും? ഖബ്ല അൻ തൻഫദ, വറ്റുന്നതിന്റെ മുമ്പ്, തീർന്നു പോകുന്നതിന്റെ മുമ്പ്. എന്ത് തീർന്നു പോകുന്നതിന്റെ മുമ്പ്? കലിമാതു റബ്ബി, എൻ്റെ റബ്ബിന്റെ കലിമകൾ, എൻ്റെ റബ്ബിന്റെ കലിമകൾ തീർന്നു പോകുന്നതിന്റെ മുമ്പ്. അതെഴുതാൻ സമുദ്രത്തിലെ മുഴുവനും വെള്ളം മഷിയായാലും മഷി അങ്ങ് തീർന്നു പോകും. കലിമകൾ അപ്പോഴും ഇവിടെ ബാക്കിയുണ്ടാകും. ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി, തീർന്നില്ല. വലൗ ജിഅ്നാ, നാം വന്നാലും ശരി, ബിമിസ്ലിഹി, അതിനോടുകൂടെ അത്രയും കൂടി, മദദൻ, സഹായകമായി എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ വെള്ളത്തിന്റെ സഹായകമായിട്ട് അത്ര തന്നെ വെള്ളം നീ കൂട്ടിക്കൊള്ളി, എന്നിട്ട് അതെല്ലാം കൂടി മഷിയാക്കിയിട്ട് പോയുള്ളൂ. എന്നാലും അള്ളാഹിന്റെ കലിമത്തുകൾ അവസാനിക്കുന്നതിന്റെ മുമ്പ് മഷി തീരും. അപ്പൊ എത്ര അള്ളാഹിന്റെ കലിമത്തുകളുടെ വിപുലത നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അത് സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു ഇപ്രകാരം പറഞ്ഞത്, വലൗ അന്നമാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലിമാതുല്ലാഹ്. സൂറത്തുൽ ലുഖ്മാൻ. വലൗ അന്നമാ ഫിൽ അർളി, ഭൂമിയിലുള്ള മിൻ ശജറത്തിൻ, കണ്ടോ ഇതിന് പറയാത്തൊരു കാര്യം. അത് ഭൂമിയിലുള്ള മരങ്ങൾ മുഴുവനും പേനയായി. ഭൂമിയിൽ എത്ര മരങ്ങളുണ്ട്? ആർക്കാ കണക്ക്? ആരെടുത്താ കണക്ക്? നമ്മളെ മുറ്റത്ത് എത്ര, പിന്നെ നമ്മളെ തൊടിയിൽ എത്ര മരം ഉണ്ട് എന്നറിയില്ല. അവനാൻ്റെ പരിയിലേ 4 അതിരൊക്കെ വെച്ച് ആധാരമൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത്. പക്ഷെ എൻ്റെ തൊടിയിൽ എത്ര ചെടിയുണ്ട്, എത്ര മരം ഉണ്ട്, എനിക്കറിയില്ല. ലോകം മുഴുവനേ, ലോകത്ത് എത്ര മരങ്ങൾ ചെടികളുണ്ട്, അതെല്ലാം കൂടി ആയാലും എന്ത്? അഖ്ലാം. എന്താ കലമിന്റെ ജമ്മാണ്? അഖ്ലാം, പേനകൾ. എല്ലാം കൂടി പേന, എഴുതാനുള്ള പേന. വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ. ഇനി ലോകത്തുള്ള സമുദ്രം, ആ സമുദ്രത്തോടൊപ്പം ഒരു 7 സമുദ്രം, 7 ഇരട്ടിയും കൂടെ കൂട്ടിക്കോ. എങ്ങനെ ഇപ്പം ഇത് കണക്കൂട്ട്? എത്ര ഇപ്പം ഇത് ആർക്കാണിത് കൗണ്ട് ചെയ്യാൻ പറ്റുക? ഒരു 7ന്റെ കൂടെ എത്ര പൂജ്യം ഇട്ടാലാണ് ഇതിനൊക്കെ കണക്ക് പറയാൻ പറ്റുക? ഒരിക്കലും കണക്ക് പറയാൻ പറ്റില്ല. സമുദ്രങ്ങൾ മുഴുവൻ, സമുദ്രത്തിൻ്റെ ഒരു 7 ഇരട്ടി, ഇപ്പോൾ നിലവിലുള്ള സമുദ്രത്തോടെ 7 ഇരട്ടി കൂടിയും കൂട്ടിക്കോ. അത്ര കൂടി മഷി, അതൊക്കെ കൂടി മഷിയുമാക്കിയാൽ മാ നഫിദത്ത് കലിമാതുല്ലാഹ്, അല്ലാഹുവിൻ്റെ കലിമാത്തുകൾ തീർന്നു പോകുന്നതല്ല. ഇന്നല്ലാഹ അസീസുൻ ഹകീം. കാരണം അതിൻ്റെ ഓദറാരാണ്? അള്ളാഹുവാണ്. അസീസായ ഹക്കീമായ അള്ളാഹുവാകുന്നു. സൂറത്തുൽ ലുഖ്മാനിലെ 27-ാമത്തെ ആയത്ത് അതൊക്കെ മനപ്പാടാക്കി വെക്കണം. ഈ ആയത്തിനോട്, ഈ ആയത്ത് ഓതുമ്പോൾ ആ ആയത്ത് ഓർമ്മ വരണം. അതിൻ്റെ വ്യാഖ്യാനമാണത്. അൽ കഹ്ഫിലെ ആ ആയത്തിൻ്റെ വ്യാഖ്യാനമാണ് സൂറത്തുൽ ലുഖ്മാൻ്റെ 27-ാമത്തെ സൂക്തം. അപ്പം എന്താ ഈ പറയണത്? അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ. അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ എന്ന് പറഞ്ഞാൽ കലിമാത്തുകൾ കൗനിയുണ്ട്, ശറഇയ്യുണ്ട്. പ്രാപഞ്ചികമായ റബ്ബിൻ്റെ കലിമാത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങൾ. അതാണ് അവൻ ഒഴികെയുള്ളത് മുഴുവനും. അള്ള ഒഴികെയുള്ളത് മുഴുവനും ഇവിടുത്തെ മഖ്ലൂക്കുകളാണ്. അവൻ മാത്രമാണ് സൃഷ്ടാവ്, മറ്റുള്ളവരൊക്കെ സൃഷ്ടികളാണ്. സൃഷ്ടാവ് അവൻ മാത്രമാണ്.
മറ്റുള്ളതൊക്കെ സൃഷ്ടികളാണ്. അതൊക്കെ അവൻ്റെ കലിമാത്തുകളാണ്. ഒക്കെ കുൻ എന്ന് പറയേണ്ട താമസേ വേണ്ടു, ഇവിടെ എല്ലാം ഉണ്ടാവും. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂനു. ഏതൊന്നും ഉണ്ടാകണമെന്നവൻ വിചാരിക്കുകയേ വേണ്ടു, കുൻ എന്ന് പറയേണ്ട താമസം അതങ്ങ് ഉണ്ടായിത്തീരുന്നു. അതിൻ്റെ പുറമെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള അവൻ്റെ ആയത്തുകളാകുന്ന കലിമാത്തുകളുണ്ട്. കലിമാത്തുകളായിട്ടുള്ളവ വേറുണ്ട്. വിശുദ്ധ ഖുർആൻ സത്യസന്ധമായി അന്ന് നിലവിലുണ്ടായിരുന്ന തൗറാത്ത്, ഇഞ്ചീൽ ഓരോ നബിമാർക്ക് നൽകിയിട്ടുള്ള വഹയികൾ, അവർക്ക് നൽകിയിട്ടുള്ള അമ്രുകൾ, വിരോധങ്ങൾ, ശരീഅത്തുകൾ, കൽപ്പനകൾ, ഇസ്ലാമിൻ്റെ അഹ്കാമുകൾ, ആദാബുകൾ ഒക്കെ ഇതൊക്കെ കൂടി ആർക്കാണ് ഇവിടെ വിശദീകരിക്കാൻ കഴിയുക? ഒരിക്കലും കഴിയൂല. ഒരു പുരുഷായുസ് മുഴുവൻ മെനക്കെട്ടാലും ആർക്കും പറ്റൂല. ലോകം എത്രയാന്ന് കണ്ടു കഴിഞ്ഞത്? ആരാണിത് കണ്ടത്? ലോകത്തിവിടെ പ്രപഞ്ചം നമ്മൾ നിവസിക്കുന്ന ഭൂമിയെക്കുറിച്ച് പോലും പഠനങ്ങൾ അവസാനിച്ചിട്ടില്ല. എന്നിട്ടല്ലേ ഇതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ. 13 ലക്ഷം ഭൂമി കൊണ്ടുപോയി നിറക്കാൻ പറ്റിയതാണ് സൂര്യൻ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ നമ്മളെത്ര കൊച്ചു രാജ്യത്തായിരിക്കുന്ന ഭൂമിയിലേ ഇങ്ങനത്തെ ഒരു 13 ലക്ഷം ഭൂമി എവിടെ കൊണ്ടേക്കാം? സ്വർഗത്തിൽ, അല്ല മറ്റേ സൂര്യനിൽ കൊണ്ടുപോയി വെക്കാം. അപ്പൊ അതിൻ്റെ വലിപ്പം എത്ര? അത് ഇനി അതിൻ്റെ മേലെ ശൂന്യാകാശത്ത് ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് ചില ഗോളങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത്. അത് അവയുടെയൊക്കെ വലിപ്പം നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ സൂര്യൻ്റെ അവസ്ഥ എന്താന്നാ പറയണേ? നമ്മളെ ഭൂമിയിലൊരു കടുകുതരി ഉണ്ടെങ്കിൽ അതുപോലെയാണ്. എന്ത് പുതുമയാണ് സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ശാസ്ത്രലോകം എടുക്കാൻ എത്തിയിട്ടുള്ളത്. മുഹമ്മദ് അമാനി മൗലവി വിശുദ്ധ ഖുർആന്റെ ഈ വ്യാഖ്യാനം എഴുതുന്നത് എത്ര കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അന്ന് ലഭ്യമായ പത്രവാർത്തകളും പല എൻസൈക്ലോപീഡിയകളുടെ വായനകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള കുറച്ച് വിജ്ഞാനങ്ങളുണ്ട്. നിങ്ങളൊന്ന് കുത്തിയിരുന്ന് വായിക്കണം. മനസ്സിലാവുന്നില്ല, ഒരു 10 വട്ടം വായിച്ചാലേ ചിലപ്പോൾ മനസ്സിലാവും. ഇപ്പം എഴുതിയത് എന്താണെന്ന് മനസ്സിലാണെങ്കിൽ നമ്മളൊരു 10 വട്ടം വായിക്കേണ്ടിയിരുന്നു. അല്ലാഹു യർഹമഹു. ഇതിൻ്റെ വ്യാഖ്യാനത്തിലേ, ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അമാനി മൗലവി കൊടുത്ത അടിക്കുറിപ്പ് കുറച്ച് സയൻറ്റിഫിക്കാണ്, ശാസ്ത്രീയമാണ്. അതൊന്ന് സൗകര്യം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് വായിക്കണം. ചിലതൊന്നും നമുക്ക് മനസ്സിലാവില്ല, എന്നാലും പക്ഷെ പരന്ന വായനകൾ ആ മേഖലയിൽ നടത്താൻ കഴിയാവുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയമായ കാര്യങ്ങളൊന്നും ലോകം അന്ന് മൗലവി വ്യാഖ്യാനം എഴുതുന്ന കാലത്ത് കണ്ടുപിടിച്ചിട്ടുള്ള വരെയുള്ള കാര്യങ്ങൾ, അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടുന്നൊക്കെ ലോകം പുരോഗമിച്ചിട്ട് വർഷം എത്രയായി? ഇപ്പോൾ 10, 60, 70 കൊല്ലമായി. എന്നിട്ട് പറയണം ഇന്നും മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല എന്ന്. എന്താ നിവസിക്കുന്ന ഭൂമി? ഇങ്ങനെ അള്ളാന്റെ ആയാത്തുകൾ, അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ, പ്രപഞ്ചത്തെക്കുറിച്ച്, അവൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിലെ നിയമങ്ങളെക്കുറിച്ച്, അതിൻ്റെ അനന്ത വിശാലമായ വ്യാഖ്യാന സാധ്യതകളെക്കുറിച്ച്, ഓരോ കാലഘട്ടത്തേക്കും ഫിറ്റായ നിലക്ക് ഖുർആൻ ഇങ്ങനെ അതിൻ്റെ മുത്തുകൾ ഇങ്ങനെ ലോകത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒന്നും പിടുത്തം കിട്ടൂല. നമ്മളിങ്ങനെ ഉരുകി ഇല്ലാതാവും. ഞാൻ എത്ര പടു ജാഹിലാന്ന് എനിക്കിങ്ങനെ തോന്നും. പടു വിഡ്ഢിയാണ് ഞാനെന്നിങ്ങനെ ബോധ്യപ്പെടുന്നു. അതാണ് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ എന്ന് പറഞ്ഞു പോകുന്നു. ആകാശഭൂമികളെക്കുറിച്ചും ഇവിടെ നടക്കുന്ന ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ മനുഷ്യനാണ് ഇല്ലാതായിട്ടവൻ പറയുന്നത്, അല്ലാ ഇതൊന്നും വെറുതെ പടച്ചതല്ല, എന്താ നിന്റെ കഴിവ്, എൻ്റെ ഒരു കഴിവ് കേട്, ഞാൻ എത്ര നിസ്സാരനാണ്, നീ എത്ര മഹാനാണ് എന്ന് മനുഷ്യൻ പറയുന്നു. അപ്പൊ നമുക്ക് ബോധ്യാവും ഇത്രയൊക്കെ റബ്ബ് ചെയ്തു തന്നിട്ട് ഞാൻ എത്രത്തോളം നന്ദി കെട്ടവനല്ലേ, നരകത്തിൽ പോകാനല്ലേ എൻ്റെ ഒരവസ്ഥ. ഉടനെ പറയാണ് സുബ്ഹാനക് അല്ലാ, നീ എത്ര പരിശുദ്ധനാണ്, ഫഖിനാ അദാബന്നാർ, നരകത്തിലിട്ട് കരിക്കല്ലേ, ഞങ്ങളെ കാക്കണേ എന്ന് മനുഷ്യൻ പറഞ്ഞു പോകും. ഏതാ സൂറത്ത്? ആലു ഇമ്രാൻ. എന്താ അതിന്റെ പ്രത്യേകത? രാവിലെ ഉണരുമ്പോ രാത്രിയിൽ നീക്കുമ്പോ ഈ 11 ആയത്ത് ഓതണം. ആലി ഇമ്രാന്റെ അവസാന ഭാഗത്ത് വന്ന 11 ആയത്തും എല്ലാവരും ഹിഫ്ളാക്കണം, എണീറ്റ് ഓതണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളീൻ.
എന്നിട്ട് ഇങ്ങനെ അടുത്തന്നെ വെച്ചോളും, നോക്കി ഓതിക്കോളിന്ന്. കുറേ കാലം കഴിയുമ്പോൾ നോക്കി ഓതേണ്ടി വരില്ല, പിന്നെ അങ്ങനെയാണ് മനപ്പാടായിക്കോളും. അപ്പോൾ ഉളൊന്നും വേണ്ട, അപ്പോൾ ഉളൊന്നും വേണ്ടി വരില്ലേ. എഴുന്നേറ്റിരിക്കല്ലോ, ഉതുർക്കാനൊന്നും പോയിട്ടില്ല, അവിടെ ഇരുന്നിട്ട് കണ്ണൊക്കെ കണ്ടോ, കണ്ണൊക്കെ റസൂൽ ഹദീസിൽ കാണണം എന്താ, കണ്ണെന്ന് ഉറക്കച്ചടവൊക്കെ മുഖത്തു നിന്നിങ്ങനെ തുടച്ച് നീക്കുന്നത് പോലെ എന്നാ പറയും. അങ്ങനെ തന്നെ ചെയ്തോളി. എന്നിട്ടാണ് ചൊല്ലുന്നത്. അന്നത്തെ ദിവസം ഉണ്ടല്ലോ നല്ല ഉഷാറായിരിക്കും. നശീത്ത് അസ്ബഹ നശീത്തൻ തയ്യിബൻ നഫ്സി, മനസ്സിന് നല്ല ഉന്മേഷം ഉണ്ടാവും, നശീത്തായിരിക്കും, എല്ലാ വർക്കിലും ഭയങ്കര ബർക്കത്തായിരിക്കും, എല്ലാത്തിലും ഭയങ്കര ഉത്സാഹമായിരിക്കും, ഉന്മേഷമായിരിക്കും. ഏറെമറിച്ച് സുബഹിസ്കാരവും ഇല്ല, എഴുന്നേൽക്കലും ഇല്ല, ഉളുവും ഇല്ല, പള്ളിയിലും പോകണില്ല, ഒന്നുമില്ല. അങ്ങനെയാണെങ്കിലോ ഖബീസുൻ നഫ്സ്, വൃത്തികെട്ട മനസ്സായിരിക്കും അവനെന്ന്. കസ്ലാൻ, ഡേ മുഴുവനും അവൻ ആലസ്യത്തിലായിരിക്കും. ഒട്ടുമായിട്ട് ക്ഷീണവും, ഒന്നിനൊരു മൂടില്ല, താല്പര്യമില്ല, കുറേ മറവി, ബോസിൻ്റെ അടുത്ത് നിന്ന് ചീത്ത, അവിടെ അത് ഇവിടെ അത്, ദിവസം മുഴുവൻ അവന് പോക്കാണ്. വിശുദ്ധ ഖുർആനാകുന്ന ബറക്കത്തിനെ ഒഴിവാക്കിയാൽ ബറക്കത്ത് പോകും. കിതാബുൻ അൻസൽനാ മുബാറക്കുൻ, ഇത് ബറക്കത്തുള്ള ഗ്രന്ഥാണ്. ഇതൊന്ന് പോയിട്ട് എവിടുന്ന് ബറക്കത്തിനാണെന്നാ ചോദിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വലിയ നിലക്ക് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, അവൻ്റെ കലിമാത്തുകൾ, ഇതൊന്നും വ്യാഖ്യാനിച്ചിട്ടും വിശദീകരിച്ചിട്ടും ലോകത്ത് പറഞ്ഞാൽ തീരുടെ, ഭൂമിയെ ഇനിയും പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. അതാണ് ഈ പറയുന്നത് കേട്ടോ. അള്ളാഹിൻ്റെ കലിമാത്തുകൾ എഴുതിയാലും പറഞ്ഞാലും അത്ഭുതങ്ങളൊന്നും തീരൂല. ലോകത്തുള്ള എല്ലാ സമുദ്രത്തിലെ വെള്ളവും കൂടി മഷിയായി, മരങ്ങളൊക്കെ കൂടി അത് എഴുതാനുള്ള പേനയായി, അതിൻ്റെ കൂടെ ഒരു 7 ഇരട്ടി കൂടെ കൂട്ടിക്കോളി, എന്നാലും മഷിയാണ് മാറ്റി ഉണങ്ങിയാണ് പോവുക, തീരുക എന്നല്ലാതെ ഇതവിടെ എപ്പോഴും ഇനിയും ബാക്കി ഉണ്ടാവുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അമാനി മൗലവി ആ നൽകിയ വിശദീകരണങ്ങളൊന്ന് വായിച്ചു നോക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് വായിക്കണം. കാരണം അത്രയത്ര വലിയ, നമ്മൾ അത്ഭുതപ്പെട്ടു പോവാണ്, എന്താണ് ഈ പറയണത്. അപ്പോൾ അതൊക്കെ സയൻസുമായിട്ടും പിന്നെ ചരിത്രങ്ങളുമായിട്ടൊക്കെ ഇപ്പോൾ ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും നല്ല ബുദ്ധിയുള്ളവരാവും വായിക്കുക. അവരൊക്കെ ഇനി അത് നെറ്റിലൂടെ അതിൻ്റെ ബാക്കി ഫോളോ ചെയ്ത് സെർച്ച് ചെയ്ത് ഒക്കെയാണ് പോകുമ്പോൾ അവർക്ക് ഈമാനാണ് കൂടും. അതിനാണ് ഞാൻ അത് വായിക്കാൻ പറയുന്നത്. അതെന്താണെന്ന് മനസ്സിലാകാൻ സെർച്ച് ചെയ്ത്, ഇന്നിപ്പോൾ അത് എത്തി നിൽക്കുന്ന പഠനം എവിടെയാണെന്ന് സെർച്ച് ചെയ്ത് അങ്ങനെയാണ് പോകുമ്പോൾ നമുക്ക് കണ്ണ് തള്ളി അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ നമുക്ക് ഇൽമു കൂടുന്തോറും നമ്മളിങ്ങനെ താഴും. ഈമാനികമായിട്ട് നമ്മളിങ്ങനെ പടച്ചോനിലേക്ക് അടുക്കുന്തോറും നമ്മുടെ മനസ്സിങ്ങനെ വിനയം കൊണ്ട് ഇങ്ങനെ താഴും. അപ്പോഴാണ് അള്ളാഹിൻ്റെ മുമ്പിൽ ആ നിസ്സഹായാവസ്ഥ പറയുന്നത്, റബ്ബേ ഞങ്ങളെ നീ കാക്കണം എന്നൊക്കെ പറയുന്നത്. അതാണ് ആ 11 ആയത്തിൻ്റെ തുടക്കത്തിലൊക്കെ പറയുന്നത്. അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ഡെയിലി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എല്ലാ രാവിലെയും നിന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ ആയത്ത് നമ്മൾ ഓതുമ്പോഴേ എല്ലാ ദിവസവും നമ്മളെ രാവിലെ അത് ഓതിപ്പിക്കുന്നുണ്ടല്ലോ അള്ളാഹുവിൻ്റെ റസൂല്. അള്ള പറഞ്ഞെടുത്തിട്ടല്ലേ അത് ഓതാൻ പറയുന്നത്. അത് ഓതാത്തൊരു ദിവസം റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടില്ല. നമുക്ക് ഓതിയൊരു ദിവസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അദ്കാറു സബാഹ്, അദ്കാറുൽ മസാ ഒക്കെ നമുക്കുള്ള റൂഹിനുള്ള ഫുഡാണ്, ജിസ്മിനുള്ള ഫുഡാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും അങ്ങനെയുള്ള പലതും ഒക്കെ നമ്മുടെ ബോഡിക്കുള്ള എന്താണ്, പോഷകമൂല്യങ്ങളാണ്. അതേ അവസരത്തിൽ ബോഡിയേക്കാൾ പ്രധാനമാണ് നമ്മുടേതെന്ത്, റൂഹ്. കാരണം ബോഡി എക്സ്പയർ ഡേറ്റിൻ്റെതിന്, ബോഡിക്ക് എക്സ്പയർ ഡേറ്റ് ഉണ്ട്, റൂഹിനോ എക്സ്പയർ ഡേറ്റ് ഇല്ല. അതൊരു കൂട് വിട്ട് പറക്കുകയാണ്, ഇവിടുന്നാണ് പോകുന്നുള്ളൂ. അതാണ് പോയാൽ നമ്മളെ അഡ്രസ്സും പോയി. പിന്നെ പേരൊക്കെ എന്താ, മയ്യത്ത് ഒളിപ്പിച്ചോ, മയ്യത്ത് കഫൻ ചെയ്തോ, ഇപ്പോഴാ മയ്യത്ത് സ്കാരം, മയ്യത്തെടുത്തോ, മയ്യത്ത് ഖബറടയ്ക്കോ, ഒരു മനുഷ്യൻ്റെ പേരും ചോദിക്കൂല. ഇതുവരെ അഡ്രസ്സ് കൊടുത്ത സാധനം ഏതായിരുന്നു, റൂഹ്. അപ്പം അതിന് വേണ്ട ഫുഡാണ് ഏത്, ഈ പറയുന്നതൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആണാവട്ടെ പെണ്ണാവട്ടെ, നമ്മൾ കേട്ടാൽ മാത്രം പോരാ, ഒന്ന് മനസ്സ് വെച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ദുന്യാവിൽ തന്നെയും ഏത് പ്രയാസങ്ങൾക്കിടയിലും ഉണ്ടാവും മനസ്സിനൊരു സ്വസ്ഥത. അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പ്രയാസങ്ങളിൽ നിന്നൊക്കെ റബ്ബ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവരെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد.